നമസ്കാരം. മൃത്യുവിലേക്കുള്ള പ്രവേശനം, മരണത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ജീവിതം. തുടക്കം മുതൽക്കേ മരണം അടുത്തു വരുന്നു. ജന്മം കൊള്ളുന്ന നിമിഷം തൊട്ട് മരണം നിങ്ങളുടെ നേർക്ക് നടന്നെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നിങ്ങൾ മൃത്യുന്മുഖമായ പ്രയാണവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മനുഷ്യ മനസ്സിനെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം അത് മരണത്തിന് എതിരാവുക എന്നുള്ളതാണ്. മരണത്തിനെതിരാവുക എന്ന് വച്ചാൽ ഏറ്റവും വലിയ നിഗൂഢതയെ അറിയാൻ കഴിയാതെ പോവുക എന്നതാണ്. അതിനും പുറമെ മരണത്തിനെതിരാകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പൊരുളറിയാൻ കഴിയാതെ പോകുന്നു എന്നുമാണ് അർത്ഥമാക്കേണ്ടത്. കാരണം അവ രണ്ടുമല്ല, അവ പരസ്പരം ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതം വളർച്ചയാണ്, മരണം അതിൻ്റെ പ്രഫുല്ലനവും. യാത്രയും ലക്ഷ്യവും ഭിന്നങ്ങളല്ല. യാത്രയുടെ പരിസമാപ്തിയാണ് ലക്ഷ്യം. നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് മിലാൻ കുന്ദേരയുടെ വാക്കുകൾ പറയുന്നത്, ജീവിതത്തിൻ്റെ ആദ്യ റിഹേഴ്സൽ തന്നെ ജീവിതമായിരിക്കുമ്പോൾ ആ ജീവിതത്തിന് എന്താണ് വില? നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എങ്കിൽ നാം ഒരിക്കലും ജീവിക്കാത്തതിന് തുല്യമാണ്. അൺബെയറബിൾ ബ്രൈറ്റ്നസ് ഓഫ് ബീയിങ് എന്ന നോവലിൻ്റെ മധ്യഭാഗത്തായി കുന്ദേര ഇത് പറഞ്ഞു വരുന്നതിൽ നിന്ന് ഒരു വലിയ ഫിലോസഫി അതിൽ അന്തർലീനമായി നിലകൊള്ളുന്നു. ഒരാൾ ജനിക്കുന്നതിന് കാരണമായിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ XY ക്രോമസോമുകളുടെ മത്സര ഓട്ടത്തിൽ ആരാണോ വിജയിക്കുന്നത്, ഓട്ടത്തിൽ ആരാണോ മുൻപന്തിയിൽ വരുന്നത്, അതിനനുസരിച്ചാണ് ലിംഗനിർണയം നടക്കപ്പെടുന്നത്. എക്സും വൈയും കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ എക്സും കൂടിച്ചേരുമ്പോൾ, എക്സും വൈയും കൂടിച്ചേരുമ്പോൾ പുരുഷനോ സ്ത്രീയോ ആ പ്രജ ഏതാണെന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഒരു പരാജയത്തിൻ്റെ ഭാഗം ഓടി വിജയിച്ച് ആണായാൽ സ്ത്രീ അതിൽ പരാജയപ്പെട്ട് ജന്മം കൊള്ളുന്നു. സ്ത്രീയായ ജനിക്കുന്നതെങ്കിൽ പുരുഷൻ്റെ ഒരു പാർട്ട് അതിൽ പരാജയപ്പെട്ട് നിലകൊള്ളും. പിന്നെ അങ്ങനെ അമ്മയുടെ ഗർഭാശയത്തിൽ വളരുന്ന ശിശു അംബ്ലിക്കൽ കോഡ് വഴിയാണ് എല്ലാം സ്വീകരിക്കുന്നത്. അറിവുകളും തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും എല്ലാം ഈ പൊക്കിൾ കൊടി വഴി വലിച്ചെടുക്കുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് അതിൽ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്ട് 84 ലക്ഷം വർഷം ഡെൽറ്റയിൽ കഴിയുന്നു, ഡെൽറ്റ സ്റ്റേജിൽ കഴിയുന്നു എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ 84 ലക്ഷം വർഷത്തെ ഓർമ്മകളുമായി ജീവിക്കുന്ന ശിശു പിന്നീട് പ്രസവിച്ച് പുറത്തു വരുമ്പോൾ അംബ്ലിക്കൽ കോഡ് കട്ടാകുമ്പോൾ ആ ഓർമ്മകളെല്ലാം തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നെ ആ കരച്ചിലിനാണ് പിന്നെ ഇവിടെ ഭൂമിയിൽ സ്ട്രെസ്ഫുൾ ലൈഫ് ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സംവേദനങ്ങളും സ്വീകരിച്ചിരുന്നത് പൊക്കിൾ വഴി, അംബ്ലിക്കൽ കോഡ് വഴിയായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് കുടികൊള്ളുന്നത് ആധുനിക ശാസ്ത്രം പറയുന്നു തലയിലാണെന്ന് പറയുന്നു, ചില ഇസോട്രിക് സയൻസുകളിലെല്ലാം തന്നെ ഹൃദയത്തിലാണെന്ന് പറയുന്നു. പക്ഷേ മനസ്സ് എന്ന് പറയുന്നത് ഈ ശരീരത്തിന് വെളിയിൽ കാണപ്പെടുന്ന ഒരു പ്രതല മണ്ഡലമാണ് മനസ്സ്. അത് ഫിസിക്കൽ ബോഡിയിൽ ഒരിക്കലും ഉള്ളതല്ല മനസ്സ്. മനസ്സിൻ്റെ ഉള്ളിലാണ് ശരീരം ആവരണം ചെയ്യപ്പെട്ട് അന്നമയ കോശം പുഷ്ടീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതാണ് ശരിക്കും സത്യം. അപ്പോൾ മനസ്സ് പുറമേ ഇരിക്കുന്ന മനസ്സ് പ്രപഞ്ചബോധവുമായി എപ്പോഴും ഇങ്ങനെ
സന്ദേഹങ്ങളും സംശയങ്ങളും ഇല്ലെങ്കിൽ എല്ലാത്തിനുള്ള ഉത്തരങ്ങൾ തേടലും എല്ലാം തന്നെ ഈ പുറമേ ഇരിക്കുന്ന മനസ്സ്, പ്രപഞ്ച മനസ്സുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഈ സർവൈവലിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പുറമേ ഇരിക്കുന്ന മനസ്സ് നമ്മളുടെ അംബ്ലിക്കൽ കോഡ് വഴിയാണ് നമ്മൾ വീണ്ടും പൊക്കിൾ വഴിയാണ് ഈ മനസ്സിൻ്റെ ഊർജങ്ങളെല്ലാം തന്നെ കടന്നു വരുന്നത്. അതിന് ഉള്ള ഒരു തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശിശു സൈഗോട്ടായി പിറവി കൊള്ളുന്ന ആ സമയത്ത് സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹെഡ് ആൻഡ് ടൈല്, തലയും വാലും, അതിലൊരു നാഡി ജനിക്കപ്പെടുന്നു. ഈ നാഡിയെയാണ് വാഗസ് നാഡി എന്ന് പറയുന്നത്. വാഗസ് നാഡി വളരെ പ്രധാനപ്പെട്ട ഒരു നാഡി ആണ്, ഗുരുനാഡി എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ വാഗസ് നാഡി എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ഫോമിൽ ദേഹമാസകലം വ്യാപിച്ചു കിടക്കുന്ന ഒരു അതിനെ ഒരു ഇലാസ്റ്റിക് ഫോമിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തന്തുവാണ്, ഒരു നാഡീ തന്തുവാണ്. അത് ഈ തലയിൽ നിന്ന് ആരംഭിച്ചിട്ടത് വാല് വഴി, പിന്നെ അത് ശരീരം പുഷ്ടിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വളരെ ബൃഹത്തായി, വലുതായി. അത് വയറിലും ലിംഗത്തിലും ജനനേന്ദ്രിയത്തിലും കാൽപാദങ്ങളിലും എന്ന് വേണ്ട ശരീരത്തിൻ്റെ സമൂലമായ ആയ സ്ഥലങ്ങളിലെല്ലാം തന്നെ, സോഫ്റ്റ് ബോഡി ടിഷ്യൂസിലെല്ലാം തന്നെ ഈ വാഗസ് നാഡിയുടെ ചെറിയ ചെറിയ വളർച്ച ഇങ്ങനെ വേരുകൾ പോലെ, നാരുപടലങ്ങൾ പോലെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ വാഗസ് നാഡി ആണ് നമുക്ക് മനസ്സിനെ ശ്രദ്ധിക്കുന്ന ഒരു ഘടകം. അപ്പോൾ അംബ്ലിക്കൽ കോഡ് വഴി സ്വീകരിച്ചിരുന്ന പൊക്കിൾ വഴിയാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ള ഒരു ബോധം ഈ പറയുന്ന ഈ സൈഗോട്ട് ഫോം ചെയ്തപ്പോൾ തന്നെ അതിൽ ഉണ്ട്. പിന്നീട് ഗർഭകാലത്ത് ജീവിച്ചിരുന്നപ്പോഴുള്ള ആ ഓർമ്മയുമുണ്ട്. അങ്ങനെ അംബ്ലിക്കൽ കോഡ് വഴി, പൊക്കിൾ വഴി നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഊർജത്തെ സ്വാംശീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു അറിവ് ഈ ശരീരത്തിന് തന്നെ സ്വമേധയുണ്ട്. അപ്പോൾ പുറമേ ഇരിക്കുന്ന നമ്മളുടെ മനസ്സ് എപ്പോഴും ഉള്ളിലേക്ക് കയറുന്നത് ഈ അംബ്ലിക്കൽ കോഡ് ഇരുന്ന ഭാഗത്തുള്ള പൊക്കിൾ വഴിയാണ്. പൊക്കിളിലൂടെയാണ് മനസ്സ് പ്രവർത്തിച്ച് തുടങ്ങുന്നത്. നാഭിക്ക് ചുറ്റുമായിട്ടുള്ള പൊക്കിൾ കുടിയിലൂടെയാണ് പ്രപഞ്ച മനസ്സും നമ്മളുടെ മനസ്സും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ചില മാരക രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സുഖപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ DNA അതുപയോഗിച്ച്, ആ കോശങ്ങൾ ഉപയോഗിച്ച് ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന മെഡിസിൻസ് തന്നെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറഞ്ഞു വരുന്നത്, നമുക്ക് മരണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. പക്ഷേ നമ്മളൊരിക്കലും മരിക്കുന്നില്ല, ജനിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമി എന്ന ഗ്രഹം ഒരു ദിവസം സന്ദർശിക്കുന്നു, ഒരു ദിവസം ഈ ഭൂമി എന്ന ഗ്രഹം സന്ദർശിച്ച് മടങ്ങിപ്പോകുന്നു. ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്ന ഒരു അവബോധജന്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിച്ചാൽ മാത്രമാണ് സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ മരണഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അതുപോലെ ഹീലിങ്ങിനായിട്ട്, ചികിത്സയ്ക്കായി, സുഖം പ്രാപിക്കുന്നതിനായിട്ട് ഊർജങ്ങളെ, കോസ്മിക് തരംഗങ്ങളെ അല്ലെങ്കിൽ റെയ്ക്കിയെ പൊക്കിൾ വഴി സ്വീകരിക്കുന്ന ധ്യാനമുറകൾ അഭ്യസിക്കുക. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സംശയങ്ങളുണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി. വാഗസ് നാഡിയുടെ ആരോഗ്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുക. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാരുപടലം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാഡിയാണ് വാഗസ് നാഡി. അതിനെ ഗുരുനാഡി എന്നും പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ല രീതിയിൽ കേട്ട് പഠിച്ചതിന് ശേഷം, നല്ല 2-3 പ്രാവശ്യം കേട്ട് ഉൾക്കൊണ്ടതിന് ശേഷം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ സെർച്ച് ചെയ്ത് പഠിക്കുക, പരിശീലിക്കുക. ഈ വാഗസ് നാഡി ശരിയായിരുന്നാൽ മാത്രമാണ് നമുക്ക് അത് നമ്മളുടെ സിമ്പതറ്റിക് നേർവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അത് നയിക്കുന്നത്.
പാരാസിമ്പതറ്റിക് നെർവസാണ് നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ തീയെ തൊട്ടാൽ പൊള്ളുമ്പോൾ കൈ പിൻവലിക്കുന്ന അവസ്ഥയ്ക്കാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു പ്രതികരണ ശേഷി, അതുപോലെ തന്നെ നമുക്ക് ഫ്രീസായി പോകാതിരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഫ്രീസാകാതിരിക്കാനുള്ള സർവൈവൽ കപ്പാസിറ്റി, അതുപോലെ നമ്മളുടെ പേഴ്സണൽ ഇമ്പ്യൂഡൻസ്, അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിലേഷൻഷിപ്പ്, ഇതെല്ലാം, അതുപോലെ സോഷ്യൽ ബീയിങ് ആയിട്ട് എങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ വാഗസ് നാഡിയുടെ സ്ട്രെങ്ത് വഴിയാണ് നമുക്ക് കിട്ടുന്നത്, ഊർജം ലഭ്യമാകുന്നു. അപ്പോൾ ഒരു സുഖം, നല്ലൊരു സുഖം, എപ്പോഴും ഒരു സുഖം, എന്നേക്കുമായൊരു സുഖം, അത് ഈ വാഗസ് നാഡിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. അതിനെ റേക്കി വഴി പുഷ്ടിപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലെറ്റർ.